Dear students, welcome to the class of Fluid Mechanics. In this class, we will discuss the topics static pressure, dynamic pressure and stagnation pressure, pitot tube, pitostatic tube and problems. These topics are common to both third semester civil and mechanical engineering. First topic, static pressure, dynamic pressure and stagnation pressure. Static pressure or simply pressure of a fluid is the normal force exerted by the fluid on the unit area of surface. Static pressure is independent of fluid movement or flow. സ്റ്റാറ്റിക് പ്രഷർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ എന്താണ് സ്റ്റാറ്റിക് കണ്ടീഷൻ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ അതിൽ ഡൈനാമിക് എഫക്ട്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, മോഷൻ്റെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിങ് എഫക്ട്സ് ഒന്നും കൺസിഡർ ചെയ്യാത്തില്ല പ്രഷറാണ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിംപ്ലി പ്രഷർ, അതായത് നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് സർഫസ്, അതാണ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്. ഡൈനാമിക് എഫക്ട്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഡൈനാമിക് പ്രഷറിലോട്ട് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്. ആ ഒരു ഫ്ലൂയിഡിൻ്റെ മോഷൻ അല്ലെങ്കിൽ ആ വെലോസിറ്റിയുടെ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്ന പ്രഷർ എന്താണ്? ഡൈനാമിക് പ്രഷറാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി പ്രഷർ റൈസ് വെൻ ഫ്ലൂയിഡ് ഇൻ മോഷൻ ഈസ് ബ്രോട്ട് ടു എ സ്റ്റോപ്പ് ഐസെൻട്രോപ്പിക്കലി. ഈ ഡൈനാമിക് പ്രഷർ ആക്ച്വലി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡ്, അതിനെ ഞാൻ സ്റ്റോപ്പിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരുന്നു. ആ സമയത്ത് എന്ത് എനർജി സീറോ ആവും? കൈനറ്റിക് എനർജി സീറോ ആയി അല്ലേ? വെലോസിറ്റി സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സീറോയിലെത്തിച്ചു, മീൻസ് എൻ്റയർ കൈനറ്റിക് എനർജി സീറോ ആയി. ആ കൈനറ്റിക് എനർജി എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം ബെർണോളിസ് തിയറം പ്രകാരം ടോട്ടൽ എനർജി എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇൻക്രീസ് പ്രഷർ എനർജിക്ക് അവിടെ ഉണ്ടാവും. ആ സീറോ കൈനറ്റിക് എനർജി കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്തായി? പ്രഷർ എനർജി കൂടി. അതാണ് അതിൻ്റെ മീനിങ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് പ്രഷർ റൈസ്. അതായത് സ്റ്റോപ്പിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്തു, കറസ്പോണ്ടിങ് പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്തു. It represents pressure rise when fluid in motion is brought to a stop isentropically. ഐസെൻട്രോപ്പിക്കലി എന്ന് വെച്ചാൽ എന്താണ്? റിവേഴ്സിബിൾ അഡയബാറ്റിക്. അതാണ് ഐസെൻട്രോപ്പിക് എന്ന് പറയുന്നത്. അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ലോസസ് ഒന്നുമില്ല. അങ്ങനെയാണ് ആ സ്റ്റോപ്പിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരുന്നത്. റിവേഴ്സിബിൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക്കലി സ്റ്റോപ്പിലോട്ട് കൊണ്ടുവരുന്ന സമയത്തിൽ എഫക്റ്റാണ് അവിടെ പറയുന്നത്. ഇനി സം ഓഫ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പ്രഷർ ഈസ് കോൾഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഈ സ്റ്റാറ്റിക് പ്രഷറും ഡൈനാമിക് പ്രഷറും അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലത്തെ സ്റ്റാറ്റിക് പ്രഷർ എനിക്ക് മെഷർ ചെയ്യണം. എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ടൊരു പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ നോർമലി എന്ത് ചെയ്യും? ആ പീസോമീറ്ററിലൂടെ ഒരു ലിക്വിഡ് റൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ ലെവലിൽ റൈസ് ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രഷർ, സ്റ്റാറ്റിക് പ്രഷർ ഇൻ ദ ഫ്ലൂയിഡ്. ഇപ്പം ഇവിടെയുള്ള സ്റ്റാറ്റിക് പ്രഷർ ഹൈ വാല്യൂ എങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ റൈസ് കിട്ടും. ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റൈസാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി ആ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ആ ഹൈറ്റ് അറിയാൻ നമുക്ക് സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ഇക്വേഷൻ ഉപയോഗിച്ചാൽ അവിടെയുള്ള സ്റ്റാറ്റിക് പ്രഷർ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. അതിനാണ് സ്റ്റാറ്റിക് പ്രഷർ, ഒരു പൈപ്പ് ലൈനിലെ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ടൊരു പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഡൈനാമിക് പ്രഷർ, ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ബെൻഡ് ട്യൂബാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സെൻറ്റർ ലൈൻ, ഈ പൈപ്പിൻ്റെ സെൻറ്റർ ലൈനിലോട്ട് ഞാനൊരു ബെൻഡ് ട്യൂബ്, ഈ ഷേപ്പിലൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തു. ആ സമയത്ത് എന്ത് സംഭവിക്കും? ആ വരുന്ന ഫ്ലോയിങ് ഫ്ലൂയിഡ് ആ ട്യൂബിൽ എൻട്രേറ്റ് അതിൽ ഒരു റൈസ് ഉണ്ടാവും. പക്ഷേ ആ റൈസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഈ പീസോമീറ്റർ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റൈസിനെക്കാട്ടിയും കൂടുതലായിരിക്കും ആ ലെവലെന്ന് പറയുന്നത്, വാട്ടർ ലെവലെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഈ വരുന്ന ഫ്ലൂയിഡ് ഇനിയിപ്പം ഈ ട്യൂബിലോട്ട് എൻ്റർ ചെയ്താൽ പിന്നെ അതിൽ ഫിക്സഡ് മാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് ആ ട്യൂബിലുണ്ട്, അല്ലെങ്കിൽ ആ ട്യൂബിലെ ലിക്വിഡ് എന്താണ്? പിന്നെ സ്റ്റേഷനറിയാണ്. ഈ 2 എന്ന് പറഞ്ഞ പോയിൻറ്റിൽ ഫ്ലൂയിഡ് പിന്നെ സ്റ്റേഷനറി കണ്ടീഷനിലാണുള്ളത്.
അതായത് ആ വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി 2 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പോയിൻ്റ് ആണ്. അവിടെ എത്തുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ആ വരുന്ന ഫ്ലൂയിഡിൻ്റെ എൻറ്റയർ കൈനറ്റിക് എനർജി എവിടത്തോട്ട് കൺവേർട്ട് ചെയ്തു? പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. കാരണം എന്താ? ഇവിടെ വെലോസിറ്റി 0 ആയി. ഈ ട്യൂബിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി 0. വെലോസിറ്റി 0 എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി അവിടെ 0 ആയി. ആ എൻറ്റയർ കൈനറ്റിക് എനർജി പ്രഷർ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ആ റൈസാണ് ഇവിടെ എനിക്ക് അഡീഷണലായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ അഡീഷണൽ ഈ നോർമൽ പീസോമീറ്റർ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ഈ ഒരു ലെവൽ കൂടാനുള്ള കാരണമാണ് പറയുന്നത്. ഈ 2 എന്ന് പറഞ്ഞ പോയിൻറ്റിന് നമ്മൾ സ്റ്റാഗ്നേഷൻ പോയിൻ്റ് എന്ന് പറയും. ആ പോയിൻ്റ് ലിക്വിഡ് എന്തായിരിക്കും? അറ്റ് റെസ്റ്റ് കണ്ടീഷനിലാണുള്ളത്. ഓക്കെ, ഇനി സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും ഡൈനാമിക് പ്രഷറും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. ഞാൻ ബെർണോളിസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. നോർമലി P/ρg പ്ലസ് V²/2g പ്ലസ് Z = കോൺസ്റ്റൻറ്റ്. അത് ഹെഡിൻ്റെ ടേംസിലാണ്. ഞാൻ അതിനെ ത്രൂ ഔട്ടായിട്ട് റോജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഫോമിൽ എഴുതി P പ്ലസ് റോ ഇൻറ്റു V²/2 പ്ലസ് ρg Z = കോൺസ്റ്റൻറ്റ്. നോർമലി നമ്മൾ ഹെഡിൻ്റെ ടേംസ് പറയുന്ന ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് റോജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ബിറ്റ്വീൻ 1 and 2 ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇപ്പം എലിവേഷൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോയിൻ്റ് ആയതുകൊണ്ട് ഞാനെന്ത് Z1 Z2 ഈക്വൽ ആയതുകൊണ്ട് കൺസിഡർ ചെയ്തിട്ടില്ല. P1 പ്ലസ് റോ ഇൻറ്റു V1²/2 = P2 പ്ലസ് റോ ഇൻറ്റു V2²/2. ഈ 2 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ പോയിൻ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ്. അവിടുത്തെ വെലോസിറ്റി എന്താണ്? 0. V2 = 0. ബാക്കി എന്തായാലേ P1 പ്ലസ് റോ ഇൻറ്റു V1²/2 = P2. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് ഏതെങ്കിലും ഒരു ജനറൽ പോയിൻ്റ് ആയിക്കോട്ടെ. ഓക്കെ, 1 ഇവിടെ തന്നെ ആവണമെന്നില്ല, എവിടെയെങ്കിലും ആവാം. ആ ട്യൂബിൻ്റെ മുമ്പിലായിട്ടുള്ള ഏതെങ്കിലും ഒരു ജനറൽ പോയിൻ്റ്. ഓക്കെ, ഞാൻ പിന്നെ അതിനെ 1 എന്ന് ആ സിമ്പിൾ 1 ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ജനറൽ പോയിൻ്റ്, സ്പെസിഫിക് പോയിൻ്റ് ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ജനറൽ പോയിൻ്റ് ആയിക്കോട്ടെ. പിന്നെ ഈ 2 എന്ന് പറഞ്ഞ പോയിൻ്റ് സ്റ്റാഗ്നേഷൻ പോയിൻ്റ് ആണ്. അവിടെയുള്ള പ്രഷർ ആ P2നെ ഞാൻ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങനെ മാറ്റി ചെയ്താൽ P സ്റ്റാഗ്നേഷൻ പ്രഷർ = P പ്ലസ് റോ ഇൻറ്റു V²/2. ഈ P എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് പ്രഷറാണ്. ആ അപ്കമിങ് ഫ്ലൂയിഡിൻ്റെ സ്റ്റാറ്റിക് പ്രഷറാണ് P എന്ന് പറയുന്നത്. പ്ലസ് റോ V²/2. അതെന്തായിരിക്കും? ഡൈനാമിക് പ്രഷറായിരിക്കും. അതായത് സ്റ്റാഗ്നേഷൻ പ്രഷർ = സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് ഡൈനാമിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാഗ്നേഷൻ ഈ ഡൈനാമിക് പ്രഷർ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ആ ഫ്ലോയിങ് ഫ്ലൂയിഡിനെ ആ സ്റ്റാഗ്നേഷൻ പോയിൻ്റ് അല്ലെങ്കിൽ ആ സ്റ്റോപ്പിംഗ് കണ്ടീഷനിലോട്ട് എത്തിക്കുന്ന സമയത്ത് കിട്ടുന്ന ഈ പ്രഷറാണിത്. ഓക്കെ, ഈ ഫ്ലൂയിഡിൻ്റെ ഈ അഡീഷണൽ റൈസ് ചെയ്യാൻ പറഞ്ഞു. നോർമൽ പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലെവൽ റൈസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഒരു ബെൻഡ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡ് റെസ്റ്റിലോട്ട് വന്നു. അതിന് പ്രൊപ്പോർഷണലായിട്ട് ഈ റൈസ്, ഈ അഡീഷണൽ റൈസിൻ്റെ കാരണം ആ കൈനറ്റിക് എനർജീനെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് എത്രത്തോളം കൺവേർട്ട് ചെയ്യുന്നത് ആ എമൗണ്ട് ആണ് ഇവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ എമൗണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡൈനാമിക് പ്രഷറാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? റോ ഇൻറ്റു V²/2. ഓക്കെ, ഈ റോ ഇൻറ്റു V²/2 എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് തന്നെ വരും. അതാണ് ഈ അഡീഷണൽ റൈസായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? സ്റ്റാഗ്നേഷൻ പ്രഷർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രഷർ വിച്ച് ദ ഫ്ലൂയിഡ് വിൽ എക്സേർട്ട് ഇഫ് ഇറ്റ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഐസെൻട്രോപ്പിക്കലി. അവർ ഫ്ലോയിങ് ഫ്ലൂയിഡിനെ ഐസെൻട്രോപ്പിക്കലി റെസ്റ്റിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവന്നാൽ ആ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്താണ്? സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. ആ സ്റ്റാറ്റിക്കിനെക്കാട്ടിയും അഡീഷണലായിട്ട് വരുന്ന പ്രഷർ ഡൈനാമിക് പ്രഷർ. ഓക്കെ, ഈ ഒരു വാല്യൂ അത് എന്താണ്? ഡൈനാമിക് പ്രഷറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ സെൻറ്റൻസ് ഡൈനാമിക് പ്രഷർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ സെൻറ്റൻസിൻ്റെ മീനിങ് ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും. ഡൈനാമിക് പ്രഷർ റെപ്രസെൻറ്റ്സ് ദി പ്രഷർ റൈസ് വെൻ ദ ഫ്ലൂയിഡ് ഇൻ മോഷൻ ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് ഐസെൻട്രോപ്പിക്കലി. അതായത് ഈ അഡീഷണൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രഷർ അതാണ് ഡൈനാമിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി പിറ്റോ ട്യൂബ്. പിറ്റോ ട്യൂബ് എന്ന് വെച്ചാൽ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് പിറ്റോ ട്യൂബ്. Pitot tube is a device used for measuring the velocity of flow at any point in a pipe or a
channel. It is based on the principle that if the velocity of flow at a point becomes zero, the pressure there is increased due to conversion of kinetic energy into pressure energy. ആ സെക്കൻഡ് പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. വെലോസിറ്റി സീറോ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോട്ട് വരുന്ന സമയത്ത് കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പിറ്റോ ട്യൂബ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് പിറ്റോ ട്യൂബ്. ആ ബെൻഡ് ഷേപ്പിൽ ഓൾറെഡി പറഞ്ഞ ആ ട്യൂബാണ് പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത്. അത് നോർമലി എന്ത് ചെയ്യും, അതിൻ്റെ ഇത് പൈപ്പാണ് കാണിച്ചിരിക്കുന്നത്. പൈപ്പിൻ്റെ സെൻറ്ററിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിക്, ഇവിടെ ഒരു പീസോമീറ്ററും കാണിച്ചിട്ടുണ്ട്, പിറ്റോ ട്യൂബും. പീസോമീറ്റർ വെച്ചാൽ നമുക്ക് സ്റ്റാറ്റിക് പ്രഷർ കിട്ടും, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കുക. പിറ്റോ ട്യൂബ് വെച്ചാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ. ഓക്കെ, ആ സ്റ്റാറ്റിക് പ്രഷർ ഹെഡും സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡും തമ്മിൽ ഡിഫറൻസ് അത് കിട്ടി. ഈ എച്ച് അറിയെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കറക്റ്റ് പറഞ്ഞാൽ ഈ സെൻറ്റർ ലൈനിലെ വെലോസിറ്റിയാണ് കിട്ടുന്നത്. ഇനി എല്ലാ സെക്ഷനിലും യൂണിഫോം വെലോസിറ്റി ആണെന്ന് അസ്യൂം ചെയ്ത്, അതായത് സ്ട്രീം ലൈൻസ് പെർഫെക്റ്റ്ലി പാരലായിട്ടാണെങ്കിൽ സെൻറ്റർ ലൈനിലല്ല, ത്രൂ ഔട്ട് ക്രോസ് സെക്ഷൻ സെയിം വെലോസിറ്റി ഐഡിയൽ കേസാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഒരു സെക്ഷനിലെ വെലോസിറ്റിയാണ് കിട്ടുന്നതെന്ന് പറയാം. ചിലപ്പം ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നത് സെൻട്രൽ ലൈൻ വെലോസിറ്റിയാണ് പിറ്റോ ട്യൂബ് വെച്ചാൽ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെക്ഷനിലെ ആവറേജ് വെലോസിറ്റി അതും ഈ സെൻട്രൽ ലൈൻ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചിലപ്പം പ്രോബ്ലത്തിൽ തരും. അങ്ങനെ ആവുന്ന സമയത്ത് ആ ആവറേജ് വെലോസിറ്റി എടുത്തിട്ട് വേണം കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. In its simplest form, the pitot tube consists of a glass tube bent at right angles. അതായത് ഇതാണ് പിറ്റോ ട്യൂബ്. സിമ്പിളായിട്ടൊരു ഗ്ലാസ് ട്യൂബ് ബെൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ദ ലോവർ എൻഡ് വിച്ച് ഈസ് ബെൻഡ് ത്രൂ 90 ഡിഗ്രി, അതായത് ഈ എൻഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ അപ്സ്ട്രീം ഡയറക്ഷൻ. ദ ലിക്വിഡ് എൻറ്റേഴ്സ് ദ ട്യൂബ് ആൻഡ് ലെവൽ ഓഫ് ലിക്വിഡ് റൈസസ് ഇൻ ദി വെർട്ടിക്കൽ ലെഗ്. അതായത് ഇൻസേർട്ട് ചെയ്ത സമയത്ത് ലിക്വിഡ് നേരെ ഇതിൽ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവർ വെർട്ടിക്കൽ ലെഗിൽ ലെവൽ റൈസ് ഉണ്ടാവും. ഇനി ആ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ 1 എന്ന് പറഞ്ഞ പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ അപ്സ്ട്രീം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ 2 പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സെയിം ഹൊറിസോണ്ടൽ ലെവലിലെ 2 പോയിൻറ്റ്സ് 1 and 2. 2 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പോയിൻ്റാണ്, ജസ്റ്റ് ഇൻസൈഡ് ദി പിറ്റോ ട്യൂബ്. 1 എന്ന് പറയുന്നത് എവേ. ഈ പിറ്റോ ട്യൂബിനെ ഈ ഒരു 2 എന്ന് പറഞ്ഞ പോയിൻ്റ്, ആ സ്റ്റാഗ്നേഷൻ പോയിൻ്റിനെക്കാട്ടും കുറേ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഈ 1 എന്ന് പറഞ്ഞ പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ ബിറ്റ്വീൻ 1 and 2. P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. ബട്ട് Z1 ഈസ് ഈക്വൽ ടു Z2, കാരണം അത് ഹൊറിസോണ്ടലാണ്. പിന്നെ 2 എന്ന് പറഞ്ഞ പോയിന്റിലെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അത് സ്റ്റാഗ്നേഷൻ പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 എന്തായി, P1 by rho g plus V1 square by 2g ഈസ് ഈക്വൽ ടു P2 by rho g. 2 സെറ്റും ക്യാൻസൽ ചെയ്തു, പിന്നെ V2 0 ആക്കി. അല്ലെങ്കിൽ V1 square by 2g എന്ത് എഴുതാൻ വേണ്ടി പറ്റും, P2 by rho g മൈനസ് P1 by rho g. ഇതിൽ P1 by rho g എന്ന് വെച്ചാൽ എന്നാ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 1, അല്ലെങ്കിൽ ഈ പോയിന്റ് ഇവിടെ ഇല്ലേ ഒരു സെക്ഷനിലെ പ്രഷർ ഹെഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഈ ഫിഗർ പ്രകാരം ഞാൻ ഡിനോട്ട് ചെയ്തിട്ട് P1 by rho g ഈസ് ഈക്വൽ ടു H, P by rho g ഈസ് ഈക്വൽ ടു H. ഓക്കെ, അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ഞാൻ ഈ ഫിഗർ പ്രകാരം അത് H0 ആണ്. ഓക്കെ, ഇവിടെ ഇല്ലേ സ്റ്റാറ്റിക് പ്രഷർ ഹെഡ്. ഇനി P2 by rho g അത് പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 2, അതെന്താണ്, സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡാണ്. 2 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ പോയിൻ്റ് ആണ്. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഹെഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് H0 പ്ലസ് H ആണ്. ഓക്കെ, ഇനി ഈ ഒരു H എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്റ്റാറ്റിക് പ്രഷറും ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ, അതായത് പീസോമീറ്റർ ട്യൂബും പിറ്റോ ട്യൂബും തമ്മിലെ ആ ലെവൽ ഡിഫറൻസ്, അതാണ് ഞാൻ H എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി എന്താണ്, സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡും സ്റ്റാറ്റിക് പ്രഷർ ഹെഡും തമ്മിലെ ഡിഫറൻസ് ആണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് പ്രഷർ ഹെഡാണ്, ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡാണ്. കാരണം 2 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പോയിൻറ്റ്, അത് തമ്മിലെ ഡിഫറൻസ് ആണ് ആക്ച്വലി H എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോയിൻ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് P1 by rho g എന്ന് പറഞ്ഞാൽ H0 ആണ് വരച്ചിരിക്കുന്ന ഫിഗർ പ്രകാരം. അതേപോലെ P2 by rho g എന്ത് വരും, H0 പ്ലസ് H, അഡീഷണൽ ആയിട്ട് വരുന്നത് H എടുത്തു.
അത് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? v1² / 2g = h0 + h - h0. രണ്ട് h0ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തല്ലത്? v1² / 2g = h അല്ലെങ്കിൽ v1 = √2gh. ഇതാണ് തിയററ്റിക്കൽ വെലോസിറ്റി. ആ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ 1 എന്ന് പറഞ്ഞ പോയിന്റിലെ തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് √2gh ആണ്. ഇനി ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോയിഫിഷ്യൻറ്റ് v ആക്ച്വൽ വെലോസിറ്റി = സം cv × √2gh. cv എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് പിറ്റോറ്റ് ട്യൂബ്. ഓക്കെ, ഇത് നമ്മൾ ഐഡിയൽ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ്. അതെന്തായാലും നോർമലി തിയററ്റിക്കൽ വെലോസിറ്റി ആയിരിക്കും. ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കലിനെക്കാട്ടിയും കുറവായിരിക്കും. അത് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോയിഫിഷ്യൻ്റ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി അറ്റ് എനി പോയിന്റ്, ഇനി ഞാൻ 1 എന്ന് പറയുന്നില്ല, ഏത് പോയിന്റ്, അപ്കമിങ് സ്ട്രീമിലെ ഏതൊരു പോയിന്റ്, ജനറൽ ഇക്വേഷൻ അങ്ങനെ ഏതാ? v = cv × √2gh. ഈ h എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ആണ്. ഇനി നമ്മൾ നോർമൽ കേസിൽ ഈ പീസോമീറ്റർ, ഇപ്പം കഴിഞ്ഞ എക്സാം അടുത്തതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പീസോമീറ്ററും പിന്നെ ആ പിറ്റോ ട്യൂബും അത് തമ്മിൽ ഡിഫറൻസാണ് നമ്മൾ h ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വെരി ഹൈ പ്രഷർ ആവുന്ന സമയത്ത് ആ പീസോമീറ്ററിലെ ലിക്വിഡ് ലെവൽ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് റൈസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് പ്രാക്ടിക്കൽ കേസിൽ ജസ്റ്റ് പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം ആരെ ഉപയോഗിക്കും? യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ആ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കും. ഓക്കെ, ഇത് ഒരു സ്റ്റാറ്റിക് കണ്ടീഷനാണ്, ഇത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ട്യൂബ് ഒരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ലെവൽ ഡിഫറൻസ് കിട്ടും. രണ്ട് ലിംബ് തമ്മിൽ ലെവൽ ഡിഫറൻസ്, അത് എക്സ് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ h = x × sh/s0 - 1. ഓക്കെ, നമ്മൾ വെഞ്ചുറി മീറ്ററിലോ ഓറിഫൈസ് മീറ്ററിലോ ഓൾറെഡി കണ്ട ഇക്വേഷനാണിത്. h ആ ഡിഫറൻസ് ഇൻ പ്രഷർ സ്റ്റാഗ്നേഷൻ ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് = x × sh/s0 - 1. x എന്ന് പറഞ്ഞാൽ ആ മാനോമീറ്റർ തമ്മിലെ ലിംബ് തമ്മിലെ ഡിഫറൻസ്, ലെവൽ ഡിഫറൻസ്. sh എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ്, മെർക്കുറിയാണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. s0 എന്ന് പറയുന്നത് ആ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലാണ്ട് ഡയറക്റ്റ് ഈ എക്സ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി പിറ്റോറ്റ് സ്റ്റാറ്റിക് ട്യൂബ്. എന്താണ് പിറ്റോറ്റ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്? Pitot static tube is an instrument which records both static pressure and stagnation pressure combined together. നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് പ്രഷറും വേണം, സ്റ്റാഗ്നേഷൻ പ്രഷറും വേണം. അത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പിറ്റോറ്റ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്. പിറ്റോറ്റ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് വേണ്ടുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആവശ്യമായ സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും ഒന്നിച്ചിട്ട് മെഷർ ചെയ്യുന്ന ഡിവൈസ്. ഇവിടെ സിമ്പിളായിട്ട് ഒരു പിറ്റോറ്റ് സ്റ്റാറ്റിക് ട്യൂബ് കാണിച്ചിട്ടുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കോൺസെൻട്രിക് ട്യൂബ്സ്. ദ ഔട്ടർ ട്യൂബ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ട്യൂബ് ആൻഡ് ഇന്നർ ട്യൂബ് ഈസ് കോൾഡ് സ്റ്റാഗ്നേഷൻ ട്യൂബ്. ഇവിടെ ഈ ഫിഗർ നോക്കുക, ഇത് കോൺസെൻട്രിക് ട്യൂബാണ്. ഓക്കെ, കാണിച്ചിരിക്കുന്ന സെക്ഷണൽ വ്യൂ ആണ് ജസ്റ്റ് കോൺസെൻട്രിക് ട്യൂബ്. ഇതൊരു ട്യൂബാണ്, അതിന് കോൺസെൻട്രിക് ആയിട്ട് അടുത്ത ട്യൂബും ഉണ്ട്. അതിൽ ആ പുറത്തത്തെ ഔട്ടർ ട്യൂബിനെ പറയുന്ന പേര് സ്റ്റാറ്റിക് ട്യൂബാണ്. അത് മെഷർ ചെയ്യുന്ന എന്തായിരിക്കും? സ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും. ഇനി ഈ ഇന്നർ ട്യൂബ്, അതാണ് സ്റ്റാഗ്നേഷൻ ട്യൂബ്. അത് മെഷർ ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? സ്റ്റാഗ്നേഷൻ പ്രഷർ ആയിരിക്കും. ഇനി ഈ സ്റ്റാറ്റിക് ട്യൂബും സ്റ്റാഗ്നേഷൻ ട്യൂബും കൂടെ അതിൻ്റെ എൻസ് എവിടത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യും? നമുക്ക് ആ പ്രഷർ ഡിഫറൻസ് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും. അതിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. എച്ച് കണ്ടുപിടിച്ചാൽ വെലോസിറ്റിയും കിട്ടും. ഓക്കെ, അങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. The endostatic tube is sealed and a series of holes are provided on horizontal surface for measuring static pressure. ഈ ഒരു സ്റ്റാറ്റിക് ട്യൂബ്, ഈ ഔട്ടർ ട്യൂബ്, അതിൻ്റെ ഈ ഒരു എൻഡ് എന്ന് പറയുന്നത് സീൽഡ് ആയിരിക്കും. അവിടെ ഒരിക്കലും ഓപ്പൺ ആക്കാൻ വേണ്ടി പാടില്ല. ഓപ്പൺ ആക്കിയാൽ അതിൻ്റെ എഫക്റ്റ് എങ്ങോട്ട് മാറും? സ്റ്റാഗ്നേഷൻ്റെ എഫക്റ്റിലോട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ സർഫസിൽ, ആ ഹൊറിസോണ്ടൽ സർഫസിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കാണുന്ന പോലെ ആ ഹൊറിസോണ്ടൽ സർഫസിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ആ ഹോൾസ് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന പ്രഷർ എന്തായിരിക്കും? നോർമലി സ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഇനി സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യുന്നത് ഈ ഇന്നർ ട്യൂബ്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ട്യൂബ്, ഇന്നർ ട്യൂബ്, ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഫ്ലൂയിഡ് റെസ്റ്റിംഗ് കണ്ടീഷനിലോട്ട് പോകും. തരുന്ന പ്രഷർ എന്തായിരിക്കും? സ്റ്റാഗ്നേഷൻ പ്രഷർ ആയിരിക്കും. അതാണ് പിറ്റോസ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ
സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റാറ്റിക് പ്രഷറും മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാനാണ് ഈ ഹോൾസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ടിലെ ഹോള് സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടും കൂടെ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലോട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ആ പ്രഷർ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് മെർക്കുറി അല്ലെങ്കിൽ ആ മാനോമെട്രിക് ഫ്ലൂയിഡ് കിട്ടും. അതിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. നോർമൽ ആ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇക്വേഷനൊക്കെ സെയിം ആണ്. ഫ്ലോ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു √2gh, എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH/S0-1. എല്ലാം പ്രീവിയസ് പറഞ്ഞ മാതിരി തന്നെയാണ്. ഇനി പ്രോബ്ലംസ് നോക്കാം. എ പിറ്റോറ്റ് സ്റ്റാറ്റിക് ട്യൂബ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ എ പൈപ്പ്. ദ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് ഈസ് 6 meter ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ഈസ് 5 meter. കാൽക്കുലേറ്റ് വെലോസിറ്റി ഓഫ് ഫ്ലോ അസ്യൂമിങ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ട്യൂബ് ഈക്വൽ ടു 0.98. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിക് പ്രഷർ ഹെഡും തന്നിട്ടുണ്ട്, സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡും തന്നിട്ടുണ്ട്. അത് തമ്മിലെ ഡിഫറൻസ് ആണ് നമ്മൾ ഈ എച്ച് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് 6 meter, സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് 5 meter. എച്ച് എന്ന് പറഞ്ഞാൽ അത് തമ്മിലെ ഡിഫറൻസ്. ഡയറക്റ്റ് സി വിയും തന്നിട്ടുണ്ട്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. സി വി ഇൻറ്റു √2gh ഈസ് ഈക്വൽ ടു 0.98 സി വിയുടെ വാല്യൂ ഇൻറ്റു 2 ഇൻറ്റു 9.81 ഇൻറ്റു 1. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് എൻ ഓയിൽ ത്രൂ എ പൈപ്പ് when the difference of mercury level in a differential U-tube manometer connected to the two tapping of pitot tube is 100 mm. Take coefficient of pitot tube 0.98 and specific gravity. എന്താണ്, ഒരു ഓയിലാണ് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അവിടുത്തെ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെവൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താണ്, എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. മെർക്കുറി അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം 13.6 ആണ്. സി വിയും തന്നിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻ √2gh ആണ്. സി വി ഇൻറ്റു √2gh. അതിൽ എച്ച് കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH/S0-1 ചെയ്താൽ എച്ചിൻ്റെ വാല്യൂ ആയി. ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സി വി ഇൻറ്റു √2gh. അടുത്ത ക്വസ്റ്റ്യൻ. എ സബ്മറൈൻ മൂവ്സ് ഹൊറിസോണ്ടലി ഇൻ എ സീ and has its axis 15 meter below the surface of water. A pitot tube properly placed just in front of the submarine and along its axis is connected to the two limbs of U-tube containing mercury. The difference of mercury level is found to be 170 mm. Find the speed of submarine knowing that specific gravity of mercury is 13.6 and that of seawater is 1.026 with respect of fresh water. ഈ ഒരു കേസിൽ സബ്മറൈൻ മൂവ് ചെയ്യുന്നുണ്ട്. സബ്മറൈൻ ആണ് മൂവിങ്. അന്നേരം നമുക്ക് എന്താണ്, വാട്ടർ തൽക്കാലം അല്ല സീ വാട്ടർ സ്റ്റേഷനറി എന്നുള്ള കണ്ടീഷൻ എടുക്കാം. ഓക്കെ, എന്തായാലും സെയിം എഫക്റ്റ് ആണ്. ഒന്ന് വാട്ടർ മൂവ് ചെയ്യുന്ന ഞാൻ പിറ്റോ ട്യൂബ് സ്റ്റേഷനറി ആക്കി വെക്കുന്നത്. ആ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും പിറ്റോ ട്യൂബ് മൂവ് ചെയ്യുന്ന വാട്ടർ സ്റ്റേഷനറി. നമുക്ക് സെയിം ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മെർക്കുറി ലെവൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എക്സ് തന്നിട്ടുണ്ട് 170 mm മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സീ വാട്ടറും തന്നിട്ടുണ്ട്. എക്സും ഈ വാല്യൂ അറിയാമെങ്കിൽ ഡയറക്റ്റായിട്ട് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എച്ചിൻ്റെ വാല്യൂ അറിയെങ്കിൽ ഇതിൽ സി വിയുടെ വാല്യൂ തന്നിട്ടില്ല. മീൻസ് നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്താണ്, തിയററ്റിക്കൽ വെലോസിറ്റിയാണ് കിട്ടുന്നത്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡയറക്റ്റായിട്ട് √2gh നടത്താൽ മതി. ഓക്കെ, എത്ര കിട്ടും, 6.393 m/s. ഇനി അതിനെ km/h. നോർമലി ഇതിൻ്റെയൊക്കെ സ്പീഡ് നമ്മൾ ഇതിൽ സ്പെസിഫൈ ചെയ്യുക, km/h സ്പെസിഫൈ ചെയ്യുക. എന്ത് ചെയ്താൽ മതി, ആ m/s km/h കൺവേർട്ട് ചെയ്ത് നടത്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ സിമ്പിളാണ്. അടുത്ത സെയിം മോഡലിലെ ക്വസ്റ്റ്യൻ ആണ്. മെക്കാനിക്കലിൻ്റെ ഡിസംബർ 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ പിറ്റോ ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ എ പൈപ്പ് ഓഫ് 300 mm diameter. The static pressure in pipe is 100 millimeters of mercury vacuum. The stagnation pressure at the center of pipe recorded by pitot tube is 0.981 Newton/centimeter square. Calculate the rate of flow of water through the pipe if the mean velocity of flow is 0.85 times the central velocity.
ടേക്ക് സി വി ഈസ് ഈക്വൽ ടു 0.98. ഇവിടെ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി. പൈപ്പിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട്, നമുക്ക് ഏരിയ കണ്ടുപിടിക്കുക. ഏരിയൻ്റെ വെലോസിറ്റി ചെയ്താൽ ഡിസ്ചാർജായി. ഇനി നമുക്കിപ്പം ഈ പിറ്റോ ട്യൂബിൻ്റെ ഇക്വേഷൻ വെച്ച് കിട്ടുന്നത് സെൻട്രൽ ലൈൻ വെലോസിറ്റിയാണ്. ശരിക്കും ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആവറേജ് വെലോസിറ്റി ആയിട്ട് സെക്ഷനാണ് എടുക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും ഈ ഒരു സാധനം തന്നിട്ടില്ല. അതായത് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് 0.85 ടൈംസ് സെൻട്രൽ വെലോസിറ്റി എന്ന് തന്നിട്ടില്ല. നിങ്ങളോട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാലോ, ഡയറക്റ്റ് പിറ്റോ ട്യൂബിൻ്റെ ഇക്വേഷൻ കിട്ടുന്ന ആ വെലോസിറ്റി വെച്ചിട്ട് ചെയ്യുക. അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദി ക്രോസ് സെക്ഷൻ. ഇവിടെ ഡയമീറ്റർ ഓഫ് പൈപ്പ് ഡി ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, അതിൻ്റെ പൈപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇനി സ്റ്റാറ്റിക് പ്രഷർ ഹെഡ്, അത് 100 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി വാക്വമാണ്. അതിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? ആ പ്രഷർ ഹെഡിനെ വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ 1000 എന്തിനാണ്? ഈ മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഇനി ആ മെർക്കുറി കോളത്തിനെ വാട്ടർ കോളത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇൻറ്റു 13.6 ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെർക്കുറി കോളത്തിനെ വാട്ടർ കോളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ബെഞ്ചുറിമീറ്ററിൻ്റെ പ്രോബ്ലം ചെയ്ത സമയത്ത് ഡയറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുക? സ്റ്റാറ്റിക് പ്രഷർ, ആ മെർക്കുറി ഹെഡ്, അതിനെ വാട്ടർ ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്തു. വാക്വം പ്രഷർ ആയതുകൊണ്ടാണ് ഈ നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഇനി സ്റ്റാഗ്നേഷൻ പ്രഷർ തന്നിട്ടുണ്ട് 0.981 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിനും ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആദ്യം SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ρg, P/ρg എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് കിട്ടി. ആ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറില്ല പ്രഷറിനെ മീറ്റേഴ്സ് ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡയറക്റ്റായിട്ട് ρgനെ കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡും കിട്ടി 1 മീറ്റർ. ഇനി H കണ്ടുപിടിക്കുക. H ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ്. H ഈസ് ഈക്വൽ ടു സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് മൈനസ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ്. 1 മൈനസ് 1.36. ഓക്കെ, 2.36 മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ H കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആര് കണ്ടുപിടിക്കുക? വെലോസിറ്റി കണ്ടുപിടിക്കുക. ഡയറക്റ്റായി തരുന്നത് സെൻട്രൽ ലൈൻ വെലോസിറ്റിയാണ്, CV ഇൻറ്റു √2GH. അതിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിലിപ്പം മീൻ വെലോസിറ്റി തന്നതുകൊണ്ട് ആ മീൻ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, മീൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0.85 ടൈംസ് സെൻട്രൽ വെലോസിറ്റിയാണ്. 0.85 ഇൻറ്റു സെൻട്രൽ വെലോസിറ്റി. മീൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ്, ഒരു സെക്ഷനിലെ ആവറേജ് വെലോസിറ്റിയാണ് പറയുന്നത്. അന്നേരം ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ഏരിയ ആണ് കറക്റ്റ് ചെയ്യേണ്ടത്. അന്നേരം ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ആ മീൻ വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് പൈപ്പ്. അത് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, മീൻ വെലോസിറ്റി ഇന്നതാണെന്ന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആ സെൻട്രൽ ലൈൻ വെലോസിറ്റി ആ എൻ്റയർ ക്രോസ് സെക്ഷനിൽ യൂണിഫോം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അസ്യൂം ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യുക.